ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ പഴയങ്ങാടി പുഴയിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പൂട്ടി. നിർമ്മാണത്തിലെ അപാകതകൾ കാരണം ഇന്ന് പരാതി ഉയരുന്നു. പാർക്കിംഗ് കേന്ദ്രത്തിലെ കുഴി, തുരുമ്പെടുത്ത പ്ലാറ്റ്ഫോം, അങ്ങനെ പരാതികൾ കൂടിക്കൂടി വരുന്നതിനിടയിലാണ് കരാറുകാരൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് താഴിട്ടത്. ഇവിടെയെത്തുന്ന ആളുകളാണ് അപകടാവസ്ഥ കരാറുകാരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മലനാട് റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ് 1.88 കോടി രൂപ ചെലവിൽ പഴയങ്ങാടി മുട്ടുകണ്ടിപ്പുഴയിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ബോട്ട് റൈഡ് ഗാലറി എന്നിവ നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അതിവേഗം നശിക്കുന്ന കാഴ്ചയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പാണ് ഫെബ്രുവരി 17 ഇതിന്റെ ഉദ്ഘാടനം കൊട്ടിയാഘോഷിച്ച് നടത്തിയത്. ബുഫേ സെറ്റ്, അലങ്കാരപാത്രങ്ങൾ എന്നിവ ഉദ്ഘാടന വേളയിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ നിരനിരയായി വച്ചിരുന്നു. ഇതിന്റെ റീൽസ് കണ്ട് ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. എന്നാൽ ചായക്കട മാത്രമാണ് പൂട്ടുന്നതിന് തൊട്ടുമുമ്പ് വരെ പ്രവർത്തിച്ചത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തി മടങ്ങുന്നത്. അധികൃതരുടെ അനാസ്ഥയുടെ ഉദാഹരണമായി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് മാറുകയാണ്. പക്ഷേ ഇത്രയേറെ പണം ചെലവഴിച്ചിട്ടും ഇത് ഈ അനാഥമായി കിടക്കുന്നത് കാണുമ്പോൾ വലിയ പ്രയാസം തോന്നുകയാണ്. ഈ പൈസയൊക്കെ അനാഥമായിട്ട് പോയല്ലോ എന്നുള്ള സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണ് ഇത് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ഈ നികുതിപ്പണം ഇവിടെ വേസ്റ്റായി കിടക്കുന്നത് കാണുമ്പം വലിയ പ്രയാസം തോന്നുകയാണ്. കാരണം ഇത് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അറിയില്ല. അത് കുറച്ചുകൂടി നന്നായിട്ട് ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നല്ല ഒരു കേന്ദ്രമായി ഒരു എൻജോയ് ചെയ്യാനുള്ള നല്ലൊരു കേന്ദ്രമായിട്ട് ഒരു മനോഹരമായ ഒരു പ്രദേശമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി ഇനിയും കഴിയേണ്ടതായിട്ടുണ്ട്. 80 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന പ്ലാറ്റ്ഫോമായാണ് ഇവിടെ ഒരുക്കിയത്. പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനായിരുന്നു നിർമ്മാണ ചുമതല. ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സർക്കാരിന്റെ കോടികളാണ് വെള്ളത്തിലാവുക. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.